വരില്ല, നമസ്കാരത്തിൽ അത് ശീലിക്കണം. തൊട്ട് തൊഴുമ്പോ ഇങ്ങനെ പോകരുത്, മടങ്ങി മുന്നോട്ട് പോകണം. യെസ്, റൈറ്റ് കണ്ണ്, ലെഫ്റ്റ് കണ്ണ്, ബാക്ക് ടു പൊസിഷൻ. നമസ്തേ, പാലു ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പാലുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായം തുടങ്ങാണ്. അപ്പോൾ പാലുവിനെ നമ്മൾ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകണം. അപ്പോൾ സരസ്വതി ക്ഷേത്രത്തിലാണ് എഴുത്തിനിരുത്തത്. ആര്യ അവിടെ തന്നെ എഴുത്തിനിരുത്തിയത്. അപ്പോൾ ഇപ്പോൾ ചേട്ടനും പനിയായിട്ട് വന്നിട്ടുണ്ട്, എനിക്കും പനിയാണ്, കുഞ്ഞിനും പനിയായിരുന്നു. നമ്മളിപ്പോൾ ആര്യ വൈക്കത്തിൽ നിന്ന് ആര്യയുടെ കോളേജ് സ്കൂളിലും പൂജയ്ക്ക് വെച്ചേക്കണം. അവളെയും കൂട്ടിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളിനി അമ്പലത്തിൽ വെച്ചിട്ടാണ്. എവിടേക്കാണ് പോണത്? അമ്പാട്ടി പോവാന്ന് പറയാം. അമ്പാട്ടി പോവാ. കൊതുക. എവിടേക്കാ പോണേ? അമ്പാട്ടിയിൽ അക്ഷരം എഴുതാൻ പോകുന്നു. അതെ, കൊതുക്. ആ, ഓക്കെ, പോവാൻ പോലും. ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. നമ്മുടെ ഒരു ഫാമിലി സുഹൃത്തായ ഷിൻസിൻ്റെ അഞ്ജലിയുടെയും വീട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ്. സൈഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു വണ്ടികളുടെ. കാരണം അവിടെ നിന്നും പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ലാതെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ നടയിലേക്കുള്ള ക്യൂ വേറെ, വിദ്യാരംഭത്തിനുള്ള ക്യൂ വേറെ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പിന്നെ പോലീസുകാർ പറഞ്ഞ് 2 ക്യൂ ആണ് എന്ന് പറഞ്ഞ കാരണം അപ്പോൾ ചേട്ടനെ നോക്കണതാണ്. ചേട്ടൻ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഇങ്ങനെ വിദ്യാരംഭത്തിൻ്റെ എഴുതിക്കാനുള്ള ക്യൂവിൻ്റെ അകത്തോടുകൂടെ പോവുകയാണ്. നമ്മളത് അവിടെ ഒരു ചേട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വലിയ തിരക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് ശ്രീകോവിലിൻ്റെ ഇവിടെ എത്തി. അപ്പം വിദ്യാരംഭത്തിനുള്ള റെസിപ്റ്റ് എടുക്കണം. അപ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഗൂഗിൾ പേ ഇല്ല, ക്യാഷാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ അത് കൊടുത്ത് എഴുതിക്കണം. അവിടെ തിരക്കുണ്ട്. വിദ്യാരംഭത്തിൻ്റെ അവിടെയൊക്കെ കുറേ ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇപ്പോൾ റെസീപ്റ്റൊക്കെ എടുത്ത് തിരുമേനിയുടെ അടുത്ത് പാലു എത്തി. വഴക്കൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വേഗം പോയി ദേവിയുടെ നടയിലിരുന്ന് എഴുതുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ആര്യയെ ഇതേപോലെ എഴുതിച്ചു. വീണ്ടും ഒരു മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു നിയോഗം വീണ്ടും ഭഗവാൻ തന്നേക്കാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ അവളുടെ കൂടെ ഉണ്ടാവട്ടെ. അപ്പോൾ എനിക്ക് പറയാനറിയില്ല, അത്രയ്ക്കൊരു ഉള്ളിൽ സന്തോഷവും അതേപോലെ കുറേ ഓർമ്മകളും എല്ലാം കൂടെ വന്നൊരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. അപ്പോൾ പാലുവിനും എല്ലാ അനുഗ്രഹങ്ങളും ദേവി കൊടുക്കട്ടെ. വളരെ നല്ലൊരു ക്ഷേത്രമാണ്, നല്ല ഐശ്വര്യമുള്ളൊരു സരസ്വതി ദേവിയാണ്. ആര്യയുടെ ഒത്തിരി പ്രോഗ്രാം ആര്യ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ ആര്യ അവിടെ കൊണ്ട് തൊഴിക്കുമായിരുന്നു. പിന്നെ അവൾ ബാംഗ്ലൂരൊക്കെ പോയേ പിന്നെയാണ് പറ്റാതെ വന്നിട്ടുള്ളത്. ആര്യയുടെ വീണയുടെ അരങ്ങേറ്റമൊക്കെ നടന്നത് ഇവിടെയാണ്. അപ്പോൾ എഴുതിയൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കുകയാണ് തിരുമേനിക്ക്. അപ്പോൾ കാലിൽ തൊട്ടൊക്കെ തൊഴുതു. മിടുക്കിയായിട്ട് ഒന്നിനും വഴക്കോ വാശിയോ ഒന്നും പിടിച്ചില്ല. അങ്ങനെ സന്തോഷമായിട്ട് അവളുടെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം എല്ലാ രീതിയിലും ഭംഗിയായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തെ എഴുതിച്ച് ദേവിയൊക്കെ തൊഴുത് വെളിയിൽ വന്ന് അക്ഷരം എഴുതുകയാണ്. അപ്പോൾ പാലുവിനെ ഞാൻ നിർബന്ധിച്ചില്ല എഴുതാനൊന്നും. അടുത്ത വർഷം അവൾക്ക് അറിയാമല്ലോ എഴുതാൻ. ഇപ്പോൾ അവളെ ഇങ്ങനെ കൈ പിടിച്ച് ബലം പിടിച്ചൊന്നും എഴുതിക്കണ്ടേ. ഇപ്പോൾ ദേവിയുടെ നടയിൽ അവൾ എഴുതി ഇറങ്ങിയല്ലേ ഉള്ളൂ. അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് അക്ഷരം എഴുതി, ചേട്ടനും എഴുതി. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര സന്തോഷമായി. ആര്യ എഴുത്തിനിരുന്ന വർഷം ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണ. പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. രാവിലെയൊക്കെ കുറച്ച് മഴയൊക്കെ പെയ്തെങ്കിലും പിന്നെ മഴയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അവിടെ എഴുതിക്കൊണ്ടിപ്പോൾ ഒരു വാവയെ കണ്ടു. ആ വാവയോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ കവളെ പിടിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ചില പേരൻസിനൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ വരും. അപ്പോൾ ഞാനെങ്ങനെ തൊട്ട് വല്ല വീഴുവോ വല്ലതും ചെയ്താൽ നമുക്ക് അവളും കുഞ്ഞാണ് ഇവളും കുഞ്ഞാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ ബലം പിടിച്ച് അവിടെ സംഗീതാർച്ചന നടക്കുന്നുണ്ട് സ്റ്റേജിലെ കുട്ടികളുടെ അരങ്ങേറ്റമായിട്ടും. അങ്ങനെ പാലു നല്ല മിടുക്കിയായിട്ട് കരയാതെ അക്ഷരമൊക്കെ എഴുതി. ഇനിയിപ്പോൾ നമ്മൾ ആര്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവൾക്ക് ഡാൻസിൻ്റെ ദക്ഷിണ വയ്ക്കാനായിട്ട് പോവുകയാണ്.
അപ്പോൾ ഒരു വലിയ തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ള കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വൈക്കത്ത് സരസ്വതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ TV പുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എഴുത്തിനിരുത്തിയത്. അതെല്ലാം കഴിഞ്ഞ് ഇനി ആര്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആര്യയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളെത്തി, ആര്യമോഹനത്തിലെത്തി. അപ്പോൾ നിങ്ങളാരും ഈ ആര്യമോഹനം കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ഒരു സ്വപ്നം പോലെയുള്ളൊരു സ്ഥാപനമായിരുന്നു. അതിൻ്റെ ഓഫീസാണിത്. ഇതാരി കിട്ടിയ അച്ചീവ്മെൻറ്റുകളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇത് വൈക്കത്തപ്പൻ്റെ തെക്കേ നടയിൽ തന്നെയാണ്. തെക്കേ നടയിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 3-4 ബിൽഡിങ്ങുകൾ കഴിഞ്ഞ് അടുത്ത ബിൽഡിങ്ങാണ് ഇത്. നമ്മുടെ ഗൗരീശങ്കര ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. ഇതിനുള്ളിൽ നമ്മൾ ചില്ലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു സ്റ്റുഡിയോ പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ വീണയും ആര്യയുടെ കുട്ടികളുടെ ചിലങ്കയും മറ്റു സാധനങ്ങളൊക്കെ അവിടെ പൂജ വെച്ചു. അപ്പോൾ ഞാനും കൂടെ വന്നിട്ട് അവിടെ വിളക്കൊക്കെ കത്തിച്ചു. ആര്യ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര്യയുടെ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കണു. അപ്പോൾ നമ്മളവിടെ വിളക്കൊക്കെ കത്തിച്ചു. ഈ നാമമൊക്കെ ചൊല്ലി വൈക്കത്തപ്പൻ്റെ മണ്ണായതുകൊണ്ട് വൈക്കത്തപ്പൻ്റെ നാമം പാടുകയാണ്. നമ്മൾ ആരതിയൊക്കെ ഒഴിഞ്ഞു. അപ്പോൾ ഇനി കുട്ടികളുടെ ദക്ഷിണ വെപ്പാണ്. അപ്പോൾ കുട്ടികൾ ദക്ഷിണ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്യയുടെ സ്റ്റുഡൻസ് ഓരോരുത്തരായിട്ട് ദക്ഷിണ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പേരൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. കുറേ പേര് വന്നു. അപ്പോൾ പലരും പല കാര്യങ്ങൾ പഠിക്കണ്ടാവില്ല. എല്ലായിടത്തും ഒരേ സമയത്ത് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ പല ടൈമിലായിട്ടാണ് വന്നത്. അപ്പോൾ ഇനി വന്ന കുട്ടികളിലൊക്കെ എല്ലാവരും ദക്ഷിണ കൊടുത്തു കഴിഞ്ഞിട്ട് ആ പാലുവിനെ കൊണ്ട് ദക്ഷിണ കൊടുപ്പിക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പേരൻസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു സന്തോഷമായിട്ടുള്ള നല്ല പേരൻസും എല്ലാം കൊണ്ടും നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. നമ്മൾ ഇത്രയും വർഷം ആര്യയും കൊണ്ട് മറ്റ് സ്ഥാപനങ്ങളിൽ പോയി ഇരുന്നത് നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി ഭയങ്കര സന്തോഷം. അങ്ങനെ പാലു ആര്യയ്ക്ക് ദക്ഷിണ കൊടുക്കാൻ പോവാണ്. ഇതെന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നൽകിയൊരു നിമിഷങ്ങളിലൊന്നാണ്. അവളുടെ സ്വന്തം ചേച്ചിയിൽ നിന്ന് തന്നെ അവൾക്ക് ഒരു വിദ്യ ആദ്യമായിട്ട് കുറിക്കാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കും ചേട്ടനും ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ഇന്നലെയൊക്കെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഈ രംഗം മനസ്സിലൊത്തിരി കണ്ടു നോക്കിയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വലിയൊരു ഹൃദയം ഇങ്ങനെ നിറഞ്ഞു. അപ്പോൾ ഇനി ആര്യയ്ക്ക് ഞാൻ എൻ്റെ കൈ കൊണ്ട് പൂജ വെച്ച ചിലങ്ക എടുത്തു കൊടുക്കുകയാണ്. എത്രയോ കാലങ്ങളിൽ ആര്യയുടെ കാലിൽ ഞാൻ ഈ ചിലങ്കകൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചുമതലയിലൊക്കെ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കൊണ്ടു നടന്നതിനെല്ലാം അർത്ഥം ഉണ്ടായിരുന്നു തോന്നിപ്പോണം. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. എൻ്റെ ശബ്ദം ഇങ്ങനെ ഇടറിപ്പോകുന്നതിനെ സംബന്ധിച്ച് ഞാൻ ഇന്ന് എനിക്ക് ഇമോഷണലാകണൊരു നേച്ചറാണ്. അപ്പം എത്രയോ വേദികളിൽ കലോത്സവങ്ങൾ തൊട്ട് അമ്പലങ്ങളിലായാലും എല്ലായിടത്തും അവളെ ഇങ്ങനെ കൊണ്ട് നടന്ന് ആ ഒരു നിമിഷമൊക്കെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടാണ്. അങ്ങനെ ആര്യപ്പം അത് ക്ലാസ് തുടങ്ങി, ഒരു പ്രാർത്ഥന തുടങ്ങുകയാണ്. ഈ സൈഡില് നമ്മള് ഉപ്പൂറ്റി കുത്തരുത് കേട്ടോ. നിങ്ങള് നമ്മള് സമത്തിൽ നിന്ന് മനസ്സിലായോ? തെന്നിച്ച് കൊണ്ടുപോയി ഇരിക്കുക. 3, 2, 1. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പിള്ളേരെ നമസ്കരിപ്പിക്കുകയാണ്. അപ്പോൾ പാലു ആദ്യം തന്നെ കയറി എല്ലാം ചെയ്യാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കുട്ടികൾ ചെയ്യണത് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആര് ചെയ്യണമല്ല നോക്കണത്, അവിടെ കുട്ടികൾ ചെയ്യണ ഇങ്ങനെ നോക്കിയിട്ട് അവർ ചെയ്യണ എന്തൊക്കെയാണോ പിന്നെ പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ചും കൂടി ഇട്ട് ഇങ്ങനെ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ഡാൻസാണ് കളിക്കണേന്നറിയില്ല. അങ്ങനെ നട്ടുവാങ്ങുമൊക്കെ തൊട്ട് എഴുത് കുട്ടികൾ കാണിക്കുന്ന പോലെയൊക്കെ തന്നെ പുള്ളിക്കാരിയും കാണിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ്
കുട്ടികൾ ഇങ്ങനെ പോകാനായിട്ട് ഫോട്ടോ എടുക്കണതിലേക്ക് കൂടെ കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള ദൂരെയുള്ള കുട്ടികളൊക്കെ ഉള്ള കാരണം പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ആര്യ ഒരു ഇതിൽ കുപ്പിവളയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുട്ടി താഴെ ഇട്ടിട്ട് ഇത്രയും നേരം നട്ട് വാങ്ങാൻ കുട്ടി കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഫോട്ടോ എടുക്കണതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ആര്യയുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അനിയത്തിവാവയാണത്. അപ്പോൾ ആ കുട്ടിയും വന്ന് വള എടുത്തുകൊണ്ട് ഓടുകയാണ്. അപ്പോൾ അതൊന്നും പുള്ളി ശ്രദ്ധിക്കണില്ല. കുട്ടികൾ ഫോട്ടോ എടുക്കണം നോക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മ തന്നെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് അവർക്ക്. ഇങ്ങനെ പരിപാടിയെല്ലാം സന്തോഷമായിട്ട് കഴിഞ്ഞു. എല്ലാവരും പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സന്തോഷമായിരുന്നു, എല്ലാം കൊണ്ടും ഐശ്വര്യമായിട്ട് നടന്നു. വളരെ സന്തോഷം. ഇനിയുള്ള വർഷങ്ങളിലും ഇങ്ങനെ സന്തോഷമായിട്ട് ഓരോ നവരാത്രി നമുക്ക് ആഘോഷിക്കാൻ ഒക്കത്തപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വരും വർഷങ്ങളിൽ നമ്മുടെ ബ്രാഞ്ച് കുറച്ചും കൂടെ വിപുലമായി നല്ല രീതിയിൽ ഇതിലും ഭംഗിയായി നടത്തണം എന്നാണ് ആഗ്രഹം. അപ്പം കുട്ടികൾക്കൊക്കെ അവർക്കാണേലും വളരെ പേരൻസും ഒക്കെ ആണെങ്കിലും നല്ല സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. നമസ്തേ.